അങ്ങ് ഈജിപ്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഡെസേർട്ട് അലി നമ്മളുടെ നാട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവന്നു. ലുക്ക് വൈസ് കുറച്ച് ഫ്ലോപ്പ് ആയെങ്കിലും ടേസ്റ്റ് വൈസ് വേറെ ലെവലായിരുന്നു. നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ ഇന്ത്യൻ ഫുഡ് ബ്ലോഗർ. നമുക്കിന്ന് ഈജിപ്ഷ്യൻ സ്പെഷ്യൽ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഒരു പാക്കറ്റ് ബ്രെഡ് എടുക്കുക. ആ ബ്രെഡ് ഇതുപോലത്തെ പീസാക്കി കട്ട് ചെയ്ത് നമുക്കൊരു ബേക്കിംഗ് പാനിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. ഞങ്ങളുടെ റൈസൻസും കാഷ്യൂവും പിന്നെ ആൽമണ്ടും ആഡ് ചെയ്തു. നമ്മൾക്ക് ഇനി മേലി ടോപ്പ് ചെയ്യാനുള്ള പാൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് പാൽ അങ്ങോട്ട് തിളപ്പിക്കുക. അപ്പൊ പാൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനൊപ്പം തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യണം. അതിനൊപ്പം തന്നെ 2 പീസ് സിനിമൺ സ്റ്റിക്സും ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ആ സിനിമൺ സ്റ്റിക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ പാലെടുത്ത് ബ്രെഡിന്റെ മേലിൽ നമുക്ക് ടോപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. തീർന്നില്ല, നമുക്കിനി കുറച്ചുകൂടി പണിയുണ്ട്. നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം എടുക്കുക. അതേ മേലെ കുറച്ച് മിൽക്ക് മെയ്ഡ് ടോപ്പ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പാലും മിൽക്ക് മെയ്ഡും കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡിന്റെ മേലിൽ നമുക്ക് ടോപ്പ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് ടോപ്പ് ചെയ്ത് നല്ല ഈവൻ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബട്ടർ നമുക്ക് ടോപ്പ് ചെയ്യാം. ഞങ്ങളിവിടെ ഷെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടർ. അപ്രോക്സിമേറ്റ്ലി 20-25 മിനിറ്റ്സ് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈജിപ്ഷ്യൻ സ്പെഷ്യൽ അലി റെഡിയാണ്. ഡു ട്രൈ ഔട്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു അടിപൊളി ഐറ്റം ആണ്.